സഹോദരന്മാരെ, ഈ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ആ പാവത്തിന്റെ ഇൽമിന്റെ വിഷയത്തിൽ, പാവത്തിന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ അയാളല്ല കാശില്ല ആളാണ്, അല്ലാതിരിക്കട്ടെ ആവട്ടെ. ഇൽമിന്റെ വിഷയത്തിൽ ദാരിദ്ര്യത്തിന്റെ ആളാണ് അദ്ദേഹം. ഹദീസിന്റെ വിഷയമാണ് അയാൾ സംസാരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെയും വിവരമുള്ള ആൾക്കാരെയും അയാൾ കാഫിറാക്കണത്, മുഷീക്കാക്കണത്. എന്താ? ബുഖാരിയിലെ ചില ഹദീസുകൾ വിമർശിക്കപ്പെട്ട ഹദീസുണ്ട് എന്ന് പറഞ്ഞ കാരണത്താൽ അങ്ങനെ പറയുന്നവർ മുഴുവൻ നരകത്തിലെന്നാണ് ഇപ്പൊ അയാൾ പറഞ്ഞത്. അപ്പൊ ആരൊക്കെ പോണം? ആധുനിക ഹദീസു പണ്ഡിതനായ ഇമാം അൽബാനി ഒന്നാമത് നരകത്ത് പോണം. എന്തേ? ഇമാം അൽബാനി ഏതാനും ഹദീസ് വൈഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംശയം എന്നോട് ചോദിച്ചോണ്ടി, ചോദ്യോത്തരത്തിന് സമയത്ത് എന്നോട് ചോദിച്ചോളൂ, ഞാൻ കാണിച്ചു തരാം. ഇബ്നു ഖയ്യിം വിമർശിച്ചിട്ടുണ്ട് ബുഖാരിയിലെ സഹീഹ് ഹദീസിനെ. ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നമ്മൾ പറയുന്ന ഇബ്നു തൈമിയ്യ ബാലുവിന്റെ അത്ര തിരിഞ്ഞിട്ടേ അല്ല, അവരും നരകത്തിന്റെ ആള്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയുടെ കർത്താവ്, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പോരായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോ? ലോകത്തറിയപ്പെട്ട ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തലയെടുപ്പുള്ളവനായ ഇമാം ദാറഖുത്നിയിലേക്ക് അയക്കുന്നവന്റെ ക്വാളിഫിക്കേഷൻ എന്താ? അറബി കോളേജിന്റെ വാതിക്കെ പോയി അവിടെ നിന്ന് ഓടിപ്പോന്നു. ഞാൻ ആദർശബോധത്തിന്റെ ആ ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ ഈ ബാലുശ്ശേരിക്കാൻ ഒരു ഹദീസ് കൊടുക്കാം. ഈ സിഹാസിത്തയിൽ നിന്ന് ഒരു ഹദീസ്, ഒരു വരി, 2 വരി, തെറ്റുകൂടാതെ അത് വായിച്ചാൽ, തെറ്റുകൂടാതെ അർത്ഥം പറഞ്ഞേണ്ട, അതിനായിട്ട് അയാളുടെ കഴിയൂല. തെറ്റുകൂടാതെ അതൊന്ന് വായിച്ചു തരാൻ അയാൾക്ക് കഴിയുകയാണെങ്കിൽ അയാൾ പറഞ്ഞ് ഞാൻ കേട്ടോളാം. എന്റെ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ആർക്കും മുന്നോട്ട് വരാം. എന്താ പറഞ്ഞത്? ഈ സിഹാസിത്ത എന്ന് പറഞ്ഞ 6 ഹദീസിന്റെ ഗ്രന്ഥം ലോക പ്രശസ്തമായ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹദീസിന്റെ 1 or 2 വരി കയ്യിലേക്ക് കൊടുക്കും. ബാലുശ്ശേരി ഇതൊന്ന് വായിച്ചെന്നാ മതി, തെറ്റില്ലാതെ. അർത്ഥം പറഞ്ഞേണ്ട, തെറ്റിക്കാതെ അയാളത് വായിച്ചു തരികയാണെങ്കിൽ അയാൾ പറഞ്ഞമായിരിക്കും ഞാൻ ചെയ്യാം. ഇന്നങ്ങനെ ചെയ്യിപ്പിക്കാതെ കൈവിലൊരു വന്നോളി. ആ പറഞ്ഞതിന്റെ അർത്ഥം അതിനു പോലും അർഹതയില്ലാത്ത ആൾക്കാരാണ് ലോകത്ത് ഹദീസിനു വേണ്ടി ജീവിച്ച മഹാന്മാരെ മോശക്കാരാക്കി നരകത്തിന്റെ ആൾക്കാരാണ് പറയുന്നത് എന്ന് വെച്ചാ ഫെയിലിന് ഫായില് വരും, ഫായിൽ മർഫുവോ മൻസൂബോ എന്നറിയില്ല. ഇന്നന്റെ ഇസ്മിന് നെസ്ബാണോ റഫാണോ ചെയ്യേണ്ട അറിയില്ല. അത്തരം ആൾക്കാരാണ് ലോകത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ കുതിര കയറി നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പരപ്പറിയട്ടെ. ഹദീസിന്റെ ഒരു വരി തെറ്റിക്കാതെ വായിക്കാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചോട്ടെ. പറഞ്ഞത് ഞാൻ കേട്ട് നടന്നോളാം. കഴിയൂല, വല്ലാഹി ഈ നിമിഷം വരെ കഴിയൂല. ഇനി വല്ല അജായിബ് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും.